സ്വാഗതം ശ്രീ കെ എം ഷാജി. മലയാളി വാർത്ത ആനുകാലികം മലയാളി വാർത്തയുടെ ഒരു പ്രത്യേക ചാനലാണ്. സംവാദങ്ങൾക്കും അഭിമുഖങ്ങൾക്കും വേണ്ടി പ്രത്യേകമായ ഒരു ചാനൽ. പ്രേക്ഷകർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുമല്ലോ. നമ്മൾ ഒരുമിച്ച് ഈ ചാനലിൽ ഇരിക്കുന്നത് സാധാരണ മലയാളി വാർത്ത ഇൻസൈഡിലാണ്, ഇത് ആനുകാലികം എന്ന ചാനലാണ്. ഇന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള ചില വാർത്തകൾ പുറത്തു വരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ അന്വേഷണം നടത്തുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇന്നലെ കൂടുതൽ മൊഴിപ്പകർപ്പുകളും റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപവും കൈമാറിയിരുന്നു സർക്കാർ. അത് വിശദമായി വിലയിരുത്തിയതിനു ശേഷം ഇന്നലെ ചേർന്ന അന്വേഷണ സംഘത്തിന്റെ യോഗം ചില നിർണായക തീരുമാനങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നു. അതിലൊന്ന്, പോക്സോ കേസ് എടുക്കാവുന്ന ചില വെളിപ്പെടുത്തലുകൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇരയുടെ ഭാഗത്ത് നിന്ന് വീണ്ടും മൊഴിയെടുക്കേണ്ടതില്ല, നേരിട്ട് പോക്സോ കേസ് എടുത്ത് അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. 20-ലേറെ പരാതികൾ, 20-ലേറെ മൊഴികൾ അതീവ ഗുരുതരമായതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അന്വേഷണ സംഘം ഈ 20 മൊഴികളുടെ പശ്ചാത്തലത്തിലും കേസുകളുമായി മുന്നോട്ട് പോകുന്നു. ചുരുക്കത്തിൽ നമ്മൾ നേരത്തെ കേട്ടറിഞ്ഞ റിപ്പോർട്ടുകളിൽ നമ്മൾ വായിച്ച ആ തലം കൂടുതൽ ഗൗരവത്തിലേക്ക് കടക്കുന്നു. കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് പോക്സോ കേസ്, പീഡനത്തിന്റെ കൂടുതൽ കേസുകൾ, എന്താണ് ഇനി സംഭവിക്കുക? ഈ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ TV വളരെ വിശദമായൊരു റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. അവർ വാസ്തവത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഏതാനും മൊഴി ഭാഗം ചോർത്തുകയാണ് ചെയ്തിരിക്കുന്നത്. മലയാളത്തിലെ ഒരു സൂപ്പർ സ്റ്റാറിനെയാണ് ഉന്നം വെച്ചത്. ഇപ്പോൾ മലയാള സിനിമയിൽ സജീവമായിരിക്കുന്ന ഒരു പ്രമുഖ നടി, അവരുടെ ആദ്യകാല, ഒരുപക്ഷെ ആദ്യ പടത്തിലായിരിക്കാം, ഒരു പ്രമുഖ സൂപ്പർ സ്റ്റാറിൽ നിന്ന് ചില ദുരനുഭവങ്ങൾ നേരിട്ടു എന്ന തരത്തിൽ മൊഴി നൽകിയിട്ടുണ്ട് തുടർന്ന് എന്നുള്ള ഗുരുതര ആരോപണങ്ങളൊക്കെയാണ് റിപ്പോർട്ടർ TV പുറത്തുവിട്ടത്. നമ്മൾ ആ വാർത്തയിലൂടെ കടക്കുമ്പോൾ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ ശരിവെക്കുന്ന തരത്തിൽ അന്വേഷണ സംഘവും നീങ്ങുന്നു. എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? എനിക്ക് തോന്നുന്നത് ഈ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള നമ്മൾ ആദ്യമായിട്ട് നടത്തുന്ന ചർച്ചയായിരിക്കും. ഹേമ കമ്മിറ്റി വന്ന സമയത്ത് സോമൻ ഇവിടെ സ്ഥലത്തില്ലായിരുന്നു. സോമൻ ഓർമ്മ ഉണ്ടാവും, ഓഗസ്റ്റ് 19-നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നത്. അപ്പൊ സ്വാഭാവികമായി നമുക്കറിയാം 2017-ലാണ് ആ റിപ്പോർട്ട് ആ സമിതിയെ നിയമിക്കുന്നത്. 2017-ലാണ് മറ്റേ നടിയെ ആക്രമിച്ച കേസ്. ഞാൻ തുടക്കം തൊട്ട് അങ്ങയുടെ വീഡിയോകൾ നിരീക്ഷിക്കുന്നുണ്ട്. ആദ്യം ഈ WCCയെ ചതിച്ച മഞ്ജു വാര്യരുടെ യഥാർത്ഥ മുഖ കേരള സമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടിയത് അങ്ങ് തന്നെയാണ്. തുടർന്നുള്ള ഓരോ വീഡിയോകളിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ ആധികാരികമായ വിവരങ്ങൾ തന്നെയാണ് കേരളത്തിന് പങ്കുവച്ചത്. അപ്പൊ അതിന്റെ ഒരു തുടക്കം ഒന്ന് ചെറിയതായിട്ട് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് തോന്നും. അപ്പൊ അന്ന് നടിയെ ആക്രമിച്ച കേസ് വന്നു. അതിനെ തുടർന്നിട്ടാണ് ഈ വിമൻ സിനിമ കളക്ടീവ് അവര് സർക്കാരിന് നൽകിയ പിന്നെ ഒരു മെമ്മോറാണ്ടത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജസ്റ്റിസ് K. ഹേമ, ഞാൻ അവരെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തു. അവര് അതുപോലെ തന്നെ പഴയ നടി ശാരദ മറ്റേ ഇവര് എന്താണ് ഒരു വനിത KB വത്സലകുമാരി അവരോട് ചേർന്നിട്ട്. അപ്പൊ അത് 2017-ലായിരുന്നു. 2024-ലാണ് പുറത്തു വന്നത്. അത് എങ്ങനെയാണ് പുറത്തു വന്നത് നമുക്കറിയാം. ആ പുറത്തു വന്ന സമയത്ത് തന്നെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ റിഡാക്ട് ചെയ്തിട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടാണ് ഇത് വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചതിൽ നിന്ന് പോലും 5 പേജുകൾ മാറ്റി വെച്ചിട്ടാണ്. ആ പേജുകൾ ഇപ്പോഴും മുക്കിയിരിക്കുകയാണ്. എന്തോ ഒരു ഭയം അതിന് പിന്നിലുണ്ട്. അപ്പൊ ഇത് പുറത്തു വന്നതിന് ശേഷം ഉണ്ടായ സംഭവങ്ങൾ നമുക്കറിയാം. ഏതാണ്ട് ഒരു 2 ഡസനോളം വനിതകൾ അവരുടെ അനുഭവങ്ങളുമായി അവര് പുറത്തു വന്നു. അതിൽ ചിലതൊന്നും വിശ്വസനീയമല്ല. ഞാൻ പറഞ്ഞത് അതൊക്കെ പിന്നെ ഈ പറഞ്ഞ പോലെ കണ്ടൻഷ്യസ് ആണ്. മ്യൂച്വൽ കൺസെന്റിന്റെ ചില പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞ അതിലേക്ക് പോകുന്നില്ല. അതൊക്കെ വ്യത്യസ്തമാണ്. എന്തായാലും വ്യത്യസ്തമായിട്ടുള്ള ഇത് വന്നു. 2 ഡസനോളം പേര് വന്നു. ആ 2 ഡസനോളം പേര് പുറത്തു വന്നപ്പോൾ സർക്കാർ ഒരു നടപടിയെടുത്തു. അതെന്താന്ന് ചോദിച്ചാല് സ്പർജൻ കുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു AGO ഉണ്ടായിട്ടുള്ള ഒരാളുടെ നേതൃത്വത്തിൽ വനിതകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു അന്വേഷണം. അതിൽ പൂങ്കൂഴിലുണ്ടായിരുന്നു, അതിൽ അജിത ബീഗം, അതിലൊരു ഡോങ്ഗ്രേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 3-4 വരവ് ശക്തമായ ഒരു വരവായിരുന്നു. അന്വേഷണ സംഘം രൂപീകരിക്കുന്നു, അന്വേഷണം നടത്തുന്നു, പിന്നെ അപ്പൊ ഞാൻ അതിലേക്ക് പോകുന്ന പ്രശ്നം വെച്ചാല് അവിടെയും സർക്കാർ ഒരു കളി കളിച്ചു എന്നുള്ളതാണ്. അതാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. ആ അന്വേഷണ സമിതി തന്നെ
ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം വനിതകൾ നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലുകളെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഹേമ കമ്മീഷനിലെ ആരോപണങ്ങളെ കുറിച്ചിട്ട് അന്വേഷണം ഇല്ല. വളരെ ശക്തമായ നിരീക്ഷണമാണ്. ആരും ഇക്കാര്യം ഇതുവരെ പൊതുമണ്ഡലത്തിൽ ചർച്ച ചെയ്തിട്ടില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള അന്വേഷണമല്ല, മറിച്ച് അതിനെ തുടർന്നുള്ള വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിലുള്ള ഒരു പുതിയ അന്വേഷണം. അത് മാത്രം. എന്ന് മാത്രമല്ല, കമ്മിറ്റിയുടെ രൂപീകരണം സംബന്ധിച്ചോ കമ്മിറ്റി ഇരിക്കുന്നവർക്കെതിരായിട്ട് ആരോപണം ഉണ്ടായത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഞാനതിന്റെ വീഡിയോകൾ ചെയ്തിരുന്നു. കാരണം വെച്ചാൽ ശിക്ഷണ നടപടികൾ സ്വീകരിക്കപ്പെട്ടവരും കേസ് അട്ടിമറിക്കപ്പെട്ടവരാണ് അതിനകത്തുണ്ടായിരുന്നത്. അതവിടെ നിൽക്കട്ടെ. അങ്ങനെ അന്വേഷണം ഇരിക്കുമ്പോഴാണ് ഈ കേസ് കോടതിയുടെ മുന്നിൽ വരുന്നത്. കോടതി എന്നാണ് സെപ്റ്റംബർ 10 ഒരു വിധി പ്രഖ്യാപിച്ചു. ആ വിധി പ്രഖ്യാപിച്ചെന്ന് പറഞ്ഞാൽ ജയശങ്കരൻ നമ്പ്യാരും AK ജയശങ്കരൻ നമ്പ്യാരും CS സുധ അടങ്ങുന്ന ഒരു ഡിവിഷൻ ബെഞ്ചാണ് ഈ വിധി. ആ ഡിവിഷൻ ബെഞ്ചിനെയാണ് ഹൈക്കോടതി ഇതുമായി ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കേസുകളും കൈകാര്യം ചെയ്യാൻ ആ ഡിവിഷൻ ബെഞ്ചിനെയാണ് ഹൈക്കോടതി ഏൽപ്പിച്ചത്. അവരെ പുറപ്പെടുവിച്ചൊരു വിധി, അത് സർക്കാരിന്റെ മസ്തകം തകർക്കുന്ന ഒരു വിധിയായി. ആ വിധിയിലേക്കും വേണ്ട പോലെ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷെ ആ വിധിയിലും രഹസ്യ സ്വഭാവമുള്ള മൊഴികൾ ഒരു കാരണവശാലും പുറത്തുവിടേണ്ട, ഈ മൊഴികളുടെ പശ്ചാത്തലത്തിൽ ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അതിന്മേൽ നിയമ നടപടി മതി എന്നൊക്കെ നിർദ്ദേശമുണ്ട്. പക്ഷേ അതിന്റെ ഒരു ക്രക്സ് ഓഫ് ദ മാറ്റർ എന്താണെന്ന് നമ്മൾ ഒന്ന് പരിശോധിക്കും. അപ്പൊ അതിരൂക്ഷമായി സംസ്ഥാന സർക്കാരിനെ കോടതി വിമർശിച്ചു. We must observe that we are rather perplexed by the inaction of the state government. Perplexed എന്ന് പറഞ്ഞാൽ ആകെപ്പാടെ ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. In the instant case, the conduct of the state executive has been alarmingly lethargic. ഈ ഒച്ചയെഴുതുന്ന പോലെയായിരുന്നു. എന്നിട്ട് അതിന്റെ കാലതാമസം ഉണ്ടായതിനെ പറ്റിയിട്ടാവും. അപ്പം അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചതിന് ശേഷം അവർ കൊടുത്തൊരു അടി എന്നത് സർക്കാരിന് കൊടുത്തൊരു മസ്തകം തകർത്തൊരു അടി എന്താന്ന് ചോദിച്ചാല്, the state government shall forthwith ഉടനടി furnish a full copy of the Hema Committee report with all its annexures, documentary and evidence to the SIT constituted in terms of the order. അപ്പോൾ നേരത്തെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം വെളിപ്പെടുത്തലുകൾ പരിശോധിക്കാൻ വേണ്ടി മാത്രം രൂപീകരിച്ച ഒരു SIT ഉണ്ടല്ലോ, അവരുടെ കയ്യിലോട്ട് ഉടനടി ഫോർത്ത് മുഴുവൻ അതിന്റെ ഡോക്യുമെന്ററി അനക്ഷൻ മൊത്തം കൊടുത്തേക്കാൻ 3900-ഓളം പേജുകൾ. അതിനേക്കാൾ പ്രധാനം അവരുടെ മാൻഡേറ്റ് എന്ന് പറയുന്നത് ഈ വെളിപ്പെടുത്തലുകൾ നടത്തിയ മാത്രമേ ഉള്ളായിരുന്നു, ഹേമ കമ്മിറ്റി ഇല്ലായിരുന്നു. അപ്പൊ ആദ്യം എന്ത് ചെയ്തു, അവരുടെ കയ്യിലോട്ട് കൊടുത്തേക്കാൻ പറഞ്ഞു. മാത്രമല്ല SIT ഷാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗലി മാൻഡേറ്റഡ് ആണ്, ചെയ്തുകൊള്ളണം എന്നുള്ളത്. അത് നമ്മൾ മേയും ഷാൽ നമ്മൾ പറഞ്ഞു. മേ എന്ന് പറഞ്ഞാൽ അഭ്യർത്ഥനയാണ്, ഷാൽ എന്ന് പറഞ്ഞാൽ ചെയ്തോണം. SIT ഷാൽ ഓൺ ഇറ്റ്സ് പാർട്ട് go through the report in its entirety, മൊത്തം എടുത്ത് പരിശോധിക്കാം, to see whether any offense cognizable or otherwise had been made out at the instance of any person. അപ്പൊ ആദ്യം കൊടുത്തിട്ട് നിങ്ങൾ അത് മുഴുവൻ വായിക്കണം. വായിച്ചിട്ട് എന്തെങ്കിലും കുറ്റം ബെയിലബിളോ അല്ലാത്തോ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് പറഞ്ഞു and proceed to take suitable action in accordance with law. നിയമപരമായി എന്താണ് ചെയ്യേണ്ടത് നോക്കുക. ഏറ്റവും പ്രധാനമാണ് ബൈ ട്രീറ്റിംഗ് ദ കണ്ടന്റ്സ് ഓഫ് ദ റിപ്പോർട്ട് ആസ് ഇൻഫർമേഷൻ ഫോർ ദ പർപ്പസ് ഓഫ് സെറ്റിംഗ് ദ ലോ ഇൻ മോഷൻ. അത് വളരെ നിർണായകമാണ്. അതിന്റെ തുടർച്ചകളാണ് ഇപ്പോൾ കാണുന്നത്. ഞാൻ അതിനകത്തേക്ക് വരുന്ന നിയമപരമായി ഞാൻ പറഞ്ഞില്ല. ഈ കൊടുത്തിരിക്കുന്ന മൊഴി വിവരങ്ങളായി പരിഗണിച്ചുകൊണ്ട് അതിന്മേൽ അപ്പൊ തന്നെ FIR ഇട്ടോണമെന്നാണ് ഇതിന്റെ അർത്ഥം. കാരണം ഇതിന്മേൽ ഈ ഒരു മൊഴിയെടുപ്പിന്റെ ആവശ്യമില്ല. ഇതിനകത്ത് ഒരു പോക്സോ കേസോ അല്ലെങ്കിൽ സെക്ഷൽ ഹാരാസ്മെന്റ് കേസോ അല്ലെങ്കിൽ റേപ്പോ ആയി ബന്ധപ്പെട്ടിട്ട് ഈ റിപ്പോർട്ടിൽ ആരെങ്കിലും മൊഴി തന്നിട്ടുണ്ടെങ്കിൽ അത് ഇൻഫർമേഷനായി കണ്ട് കണക്കാക്കി അപ്പൊ തന്നെ FIR ഇട്ടോണം എന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യാഘാതം എന്താ? ഏതൊക്കെ സ്റ്റാറുകൾക്കും സൂപ്പർ സ്റ്റാറുകൾക്കും എതിരെ പരാതി കിട്ടിയിട്ടുണ്ടോ ആ പരാതിന്മേലെല്ലാം ഉടനടി ഈ കോടതി വിധി പ്രകാരം FIR വീഴാൻ പോവാണ്.
ഇവിടെ ഒരു സംശയം, ഒരുപക്ഷെ പൊതുമണ്ഡലം വേണ്ടത്ര ചർച്ച ചെയ്തിട്ടുണ്ടാവില്ല. എന്തുകൊണ്ടാണ് സർക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വർഷങ്ങളോളം പൂഴ്ത്തിവെച്ചത്? അതിനുശേഷം സർക്കാർ എന്തിനാണ് ഇത്ര വിരളി പിടിച്ചത്? ഈ റിപ്പോർട്ടിന്മേൽ നിയമ നടപടികൾക്ക് മുതിരാതെ ആരെ രക്ഷിക്കാനാണ്? അത് 100% ഏറ്റവും മുന്തിയ സിനിമാ താരങ്ങളെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് വളരെ 100%. അപ്പൊ വലിയൊരു കോക്കസ് കളിച്ചു ഒരു സർക്കാരിനെ പോലും നിർജീവമാക്കാൻ, സമ്മർദ്ദത്തിൽ ആഴ്ത്താൻ ശക്തിയുള്ള ഞാൻ അങ്ങനെയല്ല പറയും. ഞാൻ അതിനപ്പുറത്ത് കടന്നിട്ട് സർക്കാരും ഇതിനകത്ത് പ്രതിയാണ് എന്നാണ് ഞാൻ പറയുന്നത്. അല്ലാതെ സർക്കാരിന്റെ സമ്മർദ്ദത്തിലാക്കി എന്നുള്ളത് അല്ല ഞാൻ പറയും. എന്താണ് സർക്കാർ പ്രതിയാണെന്ന് പറയാൻ കഴിയും? ഈ കേരളത്തിലുള്ള 2 സൂപ്പർ സ്റ്റാറുകളിൽ ഒരു സൂപ്പർ സ്റ്റാർ CPM-ന്റെ സ്വന്തം ചാനലായിട്ടുള്ള കൈരളിയുടെ ചെയർമാനാണ്. അദ്ദേഹത്തിന് ആരോപണമൊന്നും അല്ലല്ല, ഞാൻ പറഞ്ഞു വരുന്നത് അയാൾ കൈരളി ചാനലിന്റെ ചെയർമാനാണ്. സ്വാഭാവികമായും സർക്കാർ ഇത് സംബന്ധിച്ച് എടുക്കുന്ന നടപടികൾക്കും എടുക്കാത്ത നടപടികൾക്കും അയാളും ഉത്തരവാദിയാണ്. കാരണം എന്താണ്? അയാള് പീഡനം നടത്തേണ്ട കാര്യമില്ല. പക്ഷെ പീഡനം നടത്തിയവരുടെ കൂടെയാണ് അയാൾ നിൽക്കുന്നത്. അയാൾ സിനിമാ വ്യവസായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ്. സ്വാഭാവികമായും ഞാൻ പറയുന്നത് അയാൾ വഴി, ആ നടൻ വഴി ഈ സംസ്ഥാന സർക്കാരിന് മേൽ ചെലുത്തിയിട്ടുള്ള സ്വാധീനമാണ് ഇത്. എനിക്ക് വ്യക്തമായ വിവരമുണ്ട് അതിനെ കുറിച്ച്. ആ നടൻ CPM-ന്റെ നേതൃത്വത്തിന് മേൽ നടത്തിയിട്ടുള്ള സ്വാധീനം ഇതെന്തുകൊണ്ടാണ് പിന്നെ ഇത് നേരത്തെ വെളിയിൽ വിടണം എന്ന് പറഞ്ഞ് സിനിമാ രംഗത്തുള്ളവർ പാർട്ടി ഇപ്പൊ മുഖ്യമന്ത്രിയായിരുന്ന ആള് ആയിട്ടൊക്കെ ഇപ്പൊ മുഖ്യമന്ത്രി ആയിരുന്ന ആളെ ഒക്കെ തന്നെ ബന്ധപ്പെട്ട് സംസാരിച്ച് പോയോ അത് ഇന്ന ആള് ഞങ്ങളോട് അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇന്ന സൂപ്പർ സ്റ്റാർ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അതിനെ കുറിച്ചൊന്നും കൂടുതൽ സംസാരിക്കണ്ട എന്ന് പറഞ്ഞ അനുഭവങ്ങൾ വരെയുണ്ട്. അപ്പൊ ഇതിനകത്ത് സംസ്ഥാന സർക്കാരിന് മേൽ ഒരു സ്വാധീനം ചെലുത്തി എന്നുള്ളതല്ല, സംസ്ഥാന സർക്കാരും ഇതിനകത്ത് കൂട്ടുപ്രതിയായതുകൊണ്ടാണ് ഇത് പുറത്തു വരാതിരുന്നത്. ഇനി നമ്മൾ മറ്റതിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ by treating the contents of the report as information for the purpose of setting the law in motion. Setting the law in motion എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? FIR ഇടാനാണ് ഇവർ തന്നത് ഇൻഫർമേഷനായി കണക്കാക്കി. അപ്പോ കോടതി എന്താ ചെയ്തത്? കോടതി സർക്കാരിന് ഒരു ഊരാ കുടുക്ക് വിട്ടു. FIR ഇടാൻ നിർബന്ധിതരായി. ഇതുകൊണ്ട് ഇനി ഇടാൻ പറ്റില്ല. കാരണം ഈ ഇട്ടിലെ കോടതി രക്ഷയാ. മനസ്സിലായോ? ഇനി the SIT shall in particular be mindful of the sensitivities that are required to be observed എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെയും പിന്നെ മൊഴിയുടെയും പിന്നെ ഇരയുടെയും പീഡകന്റെയും പോലും മൊഴികളൊന്നും പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കണം. പ്രൈവസി റൈറ്റ്സ് കണക്കിലെടുക്കണം. The preliminary inquiry and consequent action shall be done in a manner that is fair to all concerned. എല്ലാവരോടും നീതിപൂർവ്വമായിട്ടായിരിക്കണം ചെയ്യുന്നത്. The SIT then shall provide a report. ഇവിടെ ഈ ഇടാൻ വേണ്ടി മാത്രമല്ല പറയുന്നത്, അതിനുശേഷവും പോവുകയാണ്. ഈ വിധി ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. The SIT shall then forward a report on the action taken by it. മനസ്സിലായോ? ഈ FIR മാത്രമല്ല, to the state government within 2 weeks from today. ടൈം ഫ്രെയിം കൊടുത്തിരിക്കണം. And upon receipt എന്ന് മാത്രമല്ല. അപ്പൊ എന്താ പറയുന്നത്? ആക്ഷൻ ടേക്കൺ എടുക്കണം, അത് 2 ആഴ്ചക്കുള്ളിൽ എടുക്കണം. ആൻഡ് അപ്പോൺ റിസീപ്റ്റ് thereof ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് കിട്ടിയാൽ the government shall include a copy of the action taken report along with the counter affidavit filed to the governments in the various petitions and appeal എന്ന് പറഞ്ഞാൽ കയ്യിൽ കിട്ടിയ ഉടനെ FIR ഇടണം, 2 ആഴ്ചക്കുള്ളിൽ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് കൊടുക്കണം. ആ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് എന്താണെന്നുള്ളത് അപ്പോൾ കോടതിയെ അറിയിക്കണം. കൗണ്ടർ അഫിഡവിറ്റ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ യോഗത്തിൽ എടുത്ത തീരുമാനവും ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് കൃത്യമായി 2 ആഴ്ചക്കുള്ളിൽ സർക്കാരിന് കോടതിക്ക് സമർപ്പിക്കണമെന്നാണ്. മനസ്സിലായി. അപ്പൊ 2 സ്റ്റെപ്പ് ഇപ്പൊ നമ്മൾ പറഞ്ഞു. 1 എല്ലാം അന്വേഷിച്ചോളാൻ പറഞ്ഞു. അതെ. 2 FIR ഇട്ടോളാൻ പറഞ്ഞു. 3 പ്രിലിമിനറി എൻക്വയറി വേണം, ആക്ഷൻ റിപ്പോർട്ട് വേണം, 2 ആഴ്ചക്കുള്ളിൽ അതുണ്ടാവണം, അത് കോടതി അറിയിക്കണം. അവിടെയും തീരുന്നില്ല. The members of the SIT shall refrain from giving press conferences. സൂക്ഷിക്കേണ്ട ആവശ്യം. അതുപോലെ തന്നെ മാധ്യമങ്ങൾ സൂക്ഷിക്കേണ്ട ഒരു അവിടെയാണ് റിപ്പോർട്ടർ ചാനലിലെ കേസ് കിട്ടിയത്. കാരണം the court believes that the print, electronic and social media would exercise restraint
and adhere to appropriate code of conduct in the matter of publishing news governing any aspect of Justice Hema Committee by according due respect to the privacy of persons who are allegedly victims. അപ്പോൾ റിപ്പോർട്ടർ ചാനൽ ചെയ്തത് ഏറ്റവും നമ്മൾ റിപ്പോർട്ടർ ടിവിക്ക് എന്തൊക്കെയോ ചില സോഴ്സുകളുണ്ട്. കാരണം അവർ ആദ്യം പുറത്തുവിട്ട ചില സാധാരണ ശകലങ്ങൾ പിന്നീട് റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അത് ശരിവെക്കാൻ നമുക്ക് ഞാൻ പറയുന്നത് അതിനേക്കാൾ പ്രധാനം റിപ്പോർട്ടർ ചാനൽ ഇപ്പോൾ ചെയ്തിട്ടുള്ളത് കോടതി ലക്ഷ്യമാണ്. ആ കോടതി ലക്ഷ്യമാണ് അവർ ചെയ്തതെന്നുള്ളത് നമ്മുടെ ചർച്ചയിൽ തന്നെ അന്തർലീനമായിരിക്കണം. By according due respect to the privacy of persons who are allegedly victims of offences committed against them. As also persons against them. അതായത് ഇരയുടെ മാത്രമല്ല പീഡകന് പോലും ഉള്ള നിയമപരമായിട്ടുള്ള ആനുകൂല്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് വേണം ഇത് ചെയ്യാൻ. They shall bear in mind that even an accused person has a fundamental right to a fair investigation. അക്യൂസ്ഡിന് പോലും അവനവൻ്റെതായിട്ടുള്ള നിയമത്തിന്റെ ആനുകൂല്യമുണ്ട്. അപ്പൊ സ്വാഭാവികമായും റിപ്പോർട്ടർ ചാനൽ ചെയ്തത് കോടതി ലക്ഷ്യമാകുന്നത് എങ്ങനെയാണ്? ആരാണെന്ന് സൂചന ഇരയുടെയും പീഡകന്റെയും കാര്യത്തിൽ കൊടുത്തുകൊണ്ടാണ് റിപ്പോർട്ടർ ചാനൽ ചെയ്തത്. ഇത് ഈ വിധിന്യായത്തിലെ ഈ 6-ാം പേജ് പ്രകാരം കോടതി ലക്ഷ്യമാണ്. അപ്പൊ ഇതിൽ നിന്ന് വരുന്നത് എന്താ തോന്നുന്നു? ഇതിൽ നിന്ന് വരുന്നത് സിനിമാ മേഖലയിലുള്ള പ്രമുഖ നടന്മാർക്ക് ഉൾപ്പെടെ ഉള്ളവർക്ക് ഇനി ഓർക്കമില്ല. അല്ല, ഈ സിനിമാ മേഖലയിലെ ഒരു സ്വാഭാവിക സംഗതി തന്നെയാണ് ഇതൊക്കെ എന്ന് അവർ തന്നെ പലപ്പോഴായി ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ ഇവരൊക്കെ ഭയം മൂടുന്നു. പ്രത്യേകിച്ച് അവർക്ക് നേരെ ആരോപണങ്ങൾ ഉയർന്നില്ല എങ്കിലും മോഹൻലാൽ രാജിവെക്കുന്നു, ഭാരവാഹികൾ രാജിവെക്കുന്നു, അമ്മ ഓഫീസിൽ നിന്ന് പിൻവാതിലൂടെ അവർ ഇറങ്ങിയോടുന്നു, പിന്നെ അമ്മ ഓഫീസ് പൂർണ്ണമായി പൂട്ടിയിടുന്നു. ചുരുക്കത്തിൽ ആവശ്യമില്ലാത്ത ഒരു പരിഭ്രാന്തി അവിടെ വ്യക്തമായിരുന്നു. ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട പ്രശ്നം ഒന്ന് സ്വാഭാവികമാണെന്ന് പറയുന്നതിന് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. സ്ത്രീകളെ പീഡിപ്പിക്കുന്ന ഞങ്ങൾ പണ്ടുതൊട്ടേ സ്ത്രീകളെ പീഡിപ്പിക്കുന്നതാണ്, ഞങ്ങൾ പണ്ടുതൊട്ടേ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നതാണ്. അതെല്ലാ മേഖലയിലുള്ളതാണ്. അല്ല, അതെല്ലാ മേഖലയിലുള്ളതാണെന്ന് അവർ പറഞ്ഞ ശുദ്ധ അസംബന്ധമാണ്. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ ഇത് മറ്റു മേഖലകളിൽ നിന്നും എങ്ങനെയാണ് സിനിമാ മേഖലയിൽ വ്യത്യസ്തമായിട്ടിരിക്കുന്ന ഒരു സെക്ഷൻ തന്നെയുണ്ട്. ആ സെക്ഷനിൽ അവർ പറയുന്നുണ്ടോ അറിയാം. ഇപ്പൊ നിങ്ങൾക്കിപ്പം ഒരു സ്കൂൾ ടീച്ചറായിട്ട് ഇന്റർവ്യൂ നിങ്ങളെ വിളിച്ചു, നിങ്ങളവിടെ ചെല്ലുന്നു. ഒരുപക്ഷെ ഇനി അവിടെ വെച്ച് എന്തെങ്കിലും ഒരു പീഡനം നിങ്ങൾക്ക് ഏറ്റു എന്ന് തന്നെ വിചാരിക്കുക, ഹൈപ്പോത്തറ്റിക്കലെ. പക്ഷെ അത് അവിടെ അവസാനിക്കും, ഇനി ഏറ്റാൽ തന്നെ. പിന്നീട് പീഡനങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ സിനിമാ മേഖലയിൽ അങ്ങനെയല്ല. സിനിമാ മേഖലയിൽ എല്ലാ ഘട്ടത്തിലും പ്രൊഡക്ഷൻ കൺട്രോളർ മുതൽ നിർമ്മാതാവ് വരെ പീഡിപ്പിക്കുകയാണ്. അല്ല, ഈ നടികളുടെ ഒക്കെ ഒരു വെളിപ്പെടുത്തലിൽ ശ്രദ്ധേയമായ ഒരു ഭാഗമുണ്ട്. ആ നടികളെല്ലാം പറയുന്ന സംഘം ചേർന്ന്, അതാണ് വല്ലാത്തൊരു അവസ്ഥ. അതാണ് വ്യത്യാസം. അതുകൊണ്ടാണ് സംഘം ചേർന്ന ഓഡിഷൻ, സംഘം ചേർന്ന പീഡനം, ഒരാളുടെ കയ്യിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകർന്നു പോകുന്നു. ഇതൊരു കൂട്ടുകൃഷി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് എല്ലാ മേഖലയിലും ഉള്ളതാണെന്നുള്ള സിനിമാ നടന്മാരുടെ വാദം ശുദ്ധാസംബന്ധമാണ്. കാരണം ഇവിടെ എല്ലാ ഘട്ടത്തിലും പീഡിപ്പിക്കപ്പെടുക. ഹെയർ സ്റ്റൈലിസ്റ്റുകളുടെ അടുത്ത് വരെ ദുരനുഭവമായിട്ടുള്ള സ്ത്രീകളെ കുറിച്ച് ചില ന്യായീകരണങ്ങൾ ഇവർ പറയുന്നത് ഒരു പ്രണയരംഗമൊക്കെ ചേർന്ന് അഭിനയിക്കണമെങ്കിൽ രണ്ടുപേരും അവരുടെ മനസ്സുകൊണ്ട് പാകപ്പെടണം. ആ പാകപ്പെടുത്തൽ അതിന് സംവിധായകനും ആ ക്രൂവും ഒക്കെ അവരെ പ്രോത്സാഹിപ്പിക്കും. ആ രണ്ടുപേരും ഒരു ഇഴുകി ചേർന്ന്. അതായത് അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം പ്രൊഡക്ഷൻ കൺട്രോളർ മുതൽ നിർമ്മാതാവ് വരെ ഞങ്ങൾ ബലാത്സംഗം ചെയ്യും. അത് ഈ സിനിമാ മേഖലയിൽ അത് സ്വാഭാവികമാണ് എന്നുള്ളതാണ്. അതൊക്കെ അവർക്ക് പറയാം. പക്ഷെ നിയമത്തിന്റെ മുന്നിൽ 376 376 ആണ് റേപ്പ്, 376 എന്ന് പറയുന്നത് കൂട്ടബലാത്സംഗമാണ്. പക്ഷെ പല നടികളും, പ്രമുഖ നടികളൊന്നും ആരോപണവുമായി രംഗത്തെത്തുന്നില്ല. അതിന് ആരോപണങ്ങൾ ഉയർത്തിയ നടികൾ പറയുന്ന ന്യായീകരണം അവർ ഫീൽഡിൽ നിന്ന് ഔട്ടാകും. അവരൊക്കെ ഇത്തരം പല പ്രലോഭനങ്ങൾക്ക് വശംബദ്ധരായി ഫീൽഡിൽ ശക്തമായി ഉറപ്പിച്ചു നിൽക്കുന്നവരാണ്. അതുകൊണ്ട് ഇതൊക്കെ പുറലോകം അറിയുമോ പൂർണ്ണമായിട്ട്? സോമൻ, ഞാനൊരു കാര്യം പറയാം. ഇതെല്ലാം പുറലോകം അറിയാൻ പോവുക. ആ പുറലോകം അറിഞ്ഞതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപകരണമാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുമ്പ് എന്താ സംഭവിച്ചത്? സിനിമാ നടിമാരെ ശാക്തീകരിക്കപ്പെട്ടു, അവർ കൂടുതൽ എംപവേർഡായി, അവർ പുറത്തുനിന്ന് പറഞ്ഞു. ഇപ്പം ഈ നടന്മാർ ചെയ്യുന്ന ചില പണികളുണ്ട്. ആ പണികളുമൊക്കെ നിയമത്തിന്റെ മുന്നിൽ ഇവരെ ദുർബലരാക്കുകയുള്ളൂ എന്ന് ഇവർ മനസ്സിലാക്കണം. ഉദാഹരണത്തിന് നിവിൻ പോളിയായി ബന്ധപ്പെട്ട് ഒരു വിഷയം വന്നു. അപ്പൊ ആ വിഷയത്തിൽ ആരോപണ വിധേയം ഈര പറഞ്ഞത് എന്താണ്? തന്നെ സംഘം ചേർന്ന് ദുബായിൽ വെച്ച് ഒരു ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചു. 2 ദിവസം മയക്കുമരുന്ന് വെള്ളം മാത്രമേ തന്നുള്ളൂ, അതിൽ ഇന്ന ആളുകൾ ഉണ്ടായിരുന്നു എന്നവർ പറഞ്ഞു. ഉടനെ അവരുടെ ചാനൽ ചെന്ന്
അവരുടെ നിന്ന് വിവരം എടുക്കുന്നു, ആ വിവരം വെക്കുന്നു, വെച്ച് വാർത്തയാക്കുന്നു, യൂട്യൂബിൽ പിന്നെ വരുമാനം ഉണ്ടാക്കും. അപ്പം അവിടെ ചെന്ന് പറയുന്നത്, അവിടെ ചെന്ന് ആര് പറയുന്നത് കേൾക്കുന്നത്, ഒരു സാധാരണ സ്ത്രീ ഗൾഫിൽ വെച്ച് ഒരു 5-6 പേരെ കൂട്ടബലാത്സംഗം നടത്തിയതിന്റെ ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആണ് ആ സ്ത്രീ അവിടെ പറയുന്നത്. ഞാനതിലേക്കാ വരുന്നത്. അപ്പം എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കുന്നത്? ഒരു സ്ത്രീയെ 4-5 പേർ ചേർന്ന് ഗൾഫിലിട്ട് പീഡിപ്പിക്കുന്നു. അതാണ് അവർ വന്ന് റിഫ്ലക്ട് ചെയ്യുന്നത് ചാനലിൽ. സ്വാഭാവികമായ ഒരു ട്രോമ നമ്മൾ ആലോചിച്ചു. ഇപ്പൊ നമ്മുടെ ഒരു ബന്ധുവാണ് ഇതുപോലൊരു അനുഭവം അവർക്ക് ഉണ്ടാകുന്നതെങ്കിൽ അതിനൊരു മെന്റൽ ട്രോമ നമ്മൾ ആലോചിക്കണം. അത് പറയുന്നു, അതെല്ലാവരോടും പറയുന്നു. രാത്രി 12:30 മണി വരെ ഇരുന്ന് ഈ ചാനലുകളെല്ലാം പോകുന്നു. രാവിലെ 6:30 മണിക്ക് ഇതേ ചാനലുകൾ വരുന്നു. ഈ ചാനൽ വരുമ്പോൾ അതിന്റെ നേതൃത്വം ഈ അരുൺകുമാർ എന്ന് പറഞ്ഞാണ്. ആ വന്നൊരു ഒറ്റ ചോദ്യമാണ്, തീയതി പറയും, ഡിസംബർ 15 ആണോ 16 ആണോ 17 ആണോ 14 ആണോ? ഇതാണ് അവിടെ ചോദ്യം ഇത് മാത്രമേ ഉള്ളൂ. ഇതാണ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുക. സ്വാഭാവികമായും പീഡനം അനുഭവിച്ച പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് സ്വാഭാവികമായി അപ്സെറ്റ് ആവും. അത് അപ്സെറ്റ് ആയി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യുന്നു? തീയതി തെറ്റി. പക്ഷെ അതിൽ നിവിൻ പോളി ഒരു നിരപരാധി എന്ന് നമുക്ക് വ്യക്തമാകുന്ന തരത്തിലാണ് പിന്നീട് അതിന്റെ വികാസങ്ങൾ. ഒന്നുമല്ല, ഞാൻ അതിലേക്കാ വരുന്നത്. എന്നിട്ട് ഈ ഡേറ്റ് മാറിയത് ഉടനെ എഴുതുന്നു. എന്നിട്ട് അവരെ വീണ്ടും സോഷ്യൽ മീഡിയയിലിട്ട് ബലാത്സംഗം ചെയ്യും. ആ ട്രോളുകളുടെ ഒരു പരമ്പര പിന്നെ അങ്ങോട്ട് വരും. ഡേറ്റ് മാറിപ്പോയി എന്ന് പറയുന്നു. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അവര് ഈ പീഡനത്തിന്റെ വിശദാംശങ്ങളെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള മൊഴി അവർ പോലീസിന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വേറെ സ്ഥലത്ത് പറയുന്നതാണ് കോടതിയിൽ അത്ര അനുകൂല ഭാവമൊന്നും അവർക്ക് അനുകൂലമായി വന്നിട്ടില്ല. അവിടെ കോടതി വന്നിട്ടില്ല. അല്ല, മുൻകൂർ ജാമ്യത്തിന് അവിടെ മുൻകൂർ ജാമ്യത്തിന് വന്നിട്ടില്ല. നിവിൻ പോളി മുൻകൂർ ജാമ്യത്തിന് സമീപിച്ച കോടതിയുടെ നമ്മൾ വേറെ ചർച്ച ചെയ്യേണ്ടി വരും. അവിടെ നിൽക്കട്ടെ എന്ന് പറയുന്നത് ഉപദ്രവിച്ചതേ ഉള്ളൂ. പീഡിപ്പിച്ചതും നമ്മളെ ഡിവൈഡിംഗ് ലൈനൊക്കെ വളരെ കുറവാണ്. നമ്മളുടെ ഒരു പ്രശ്നം എന്താ പറയുക സുൽമാനെ, നമ്മൾ ഈ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയുടെ ഒരു ട്രോമ എന്ന് നമുക്ക് വിഷയമല്ല. നമുക്കെന്ന് പറഞ്ഞാൽ സ്വയമാണെന്നല്ല ഞാൻ പറയുന്നത്, മാധ്യമങ്ങൾക്ക് അവർക്കെന്താണ്, അവർക്ക് ഈ അരുൺകുമാറിനെ പോലുള്ളവന് ആദ്യം പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് കുറെ ഇത് കിട്ടണം. പിന്നെ പീഡിപ്പിച്ചവരെ പെണ്ണുങ്ങളെ കൊണ്ട് തിരിച്ചു പറയിപ്പിച്ച് കുറെ പിന്നെ വ്യൂവർഷിപ്പ്. അല്ല, ഈ ചാനലുകളുടെ കസരത്തില് അതിന്റെ ഒരു സത്യത്തിന്റെ എലിമെന്റ് ഒക്കെ പോയി. ഏതാണ് സത്യം ഏതാണ് മിഥ്യ എന്നൊന്നും ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പൊ നിവിൻ പോളിയുടെ കാര്യത്തിൽ തന്നെ നിവിൻ പോളി ഞാൻ എന്റെ ആരോപണം പറയും. നിവിൻ പോളിയും കൂട്ടാളികളും കൂടെ പീഡിപ്പിച്ചു എന്ന് ആരോപണം ഉന്നയിക്കുന്ന ഒരു സാധാരണ സ്ത്രീയായിട്ടുള്ള ഒരു ഈര മറുവശത്തുള്ള ആരാ? സിനിമാ രംഗത്തെ ഏറ്റവും പ്രബലനായിട്ടുള്ള നിവിൻ പോളിയും അവന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ കോടികൾ ചെലവഴിക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകൾ. പക്ഷെ അവൻ അറിയാത്തൊരു കാര്യം എന്താണ്, കോടതിയിൽ ചെല്ലുമ്പോഴത്തേക്ക് ഇതൊക്കെ അവന് വലിയ വിഷയമായിട്ട്, വിചാരണ സമയത്തൊക്കെ ഇതൊക്കെ അവന് വലിയ വിഷയമായിട്ട് വരും. ഈ മീഡിയയിലിട്ടുകൊണ്ട് അവരെ വീണ്ടും ബലാത്സംഗം ചെയ്യുന്നു. അപ്പം ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ ഫലത്തിൽ കോടതി നിരീക്ഷണത്തിലാക്കിയിരിക്കുകയാണ്. പണി ഉറപ്പാണ്. ഇത് പണി ഉറപ്പാകും എന്ന് വളരെ നേരത്തെ തന്നെ ബോധ്യമായതുകൊണ്ടാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്ന സമയത്ത് ഒരു നടനും അയാളുടെ ഭാര്യയും കൂടെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പരക്കം പോയിരുന്നു. ആ നടനും ആ നടന്റെ ഭാര്യയും ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തായിട്ട് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. ഒരുപക്ഷെ അഡ്മിറ്റഡ് ആയിട്ടുണ്ടാവും, പക്ഷെ അതൊന്നും പബ്ലിസൈസ് ചെയ്തിട്ടില്ല. അപ്പൊ എന്താ കാരണം? ഈ നടൻ 19 വർഷമായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് ആ നടനെ അറിയാം. മനസ്സിലായില്ല, അതിന്റെ വിശാശങ്ങളിൽ പോലും ഈ 19 വർഷമായിട്ട് ഈ നടൻ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്ന് നടനറിയാം. ഈ നടനാണ് 7 വർഷം മുമ്പ് 3000 അല്ല ഞാൻ പറയുന്നത് കേൾക്കണം, തോന്നുന്നു കേട്ടേ മതിയാവും, 3000 സ്ത്രീകളെ കൂടെ കഴിഞ്ഞിട്ടുണ്ട്. അല്ലല്ല അങ്ങനൊന്നുമല്ല. 3000 സ്ത്രീകൾ പ്രണയമാണോ അല്ലേ നമുക്കറിയില്ല. 3000 സ്ത്രീകൾ എന്റെ കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ആ 3000 തീർന്നപ്പോൾ ഞാനൊരു താനൊരു ആഘോഷം നടത്തി അല്ലേ എന്ന് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ അദ്ദേഹം വളരെ ആഘോഷപൂർവ്വം, അത് 3000 അല്ല കേട്ടോ, അതിനേക്കാൾ കൂടുതലാണ്. തമാശ ആവാം. എന്നാലും 3000 സ്ത്രീകളെ ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് പരോക്ഷമായിട്ടുള്ള ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ അതിനെ എതിർക്കലും നടത്തി ചെയ്യുന്നത്. അതിനുള്ള എളുപ്പമാണ് 3000 കൂടുതലാണ്. അപ്പൊ അയാള് എന്തൊക്കെയാണ് സ്ത്രീകളോട് പെരുമാറിയത്, എങ്ങനെയൊക്കെയാണ് സ്ത്രീകളോട് പെരുമാറിയത് എന്നുള്ളത് അയാൾക്ക് നല്ല കുഴപ്പമില്ലല്ലോ. അല്ല സോമനെ ഞാൻ പറയുന്നത്, പരാതി ഉണ്ടോ ഇല്ലയോ സോമൻ എന്താ ഉറപ്പ്? ഒരു ഉറപ്പും വേണ്ട. ഞാൻ ഉറപ്പിച്ച് പറയാൻ പരാതി ഉണ്ടാവും.
അതെന്റെ ഇൻഡ്യൂഷൻ കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നടൻ മുകേഷിനെതിരെ പരാതി കൊടുത്ത നടി അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഏതായാലും പീഡിപ്പിക്കപ്പെട്ടു, അയാളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പിന്നീട് തനിക്കൊരു ലാഭം ഉണ്ടാകുമോ നേട്ടം ഉണ്ടാകുമോ എന്ന് ആഗ്രഹിച്ചു. അതിന്റെ പേരിലാണ് മുകേഷ് ഏട്ട എന്ന് വിളിക്കുകയും അദ്ദേഹത്തിന് മെസ്സേജ് അവിടെയും ആ വനിതയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ പുരുഷൻ അവളെ എന്തായാലും പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ മുകേഷിന് പീഡിപ്പിക്കാനാണോ? അല്ല, ഞാൻ പറഞ്ഞത് മുകേഷിനെ ആ പീഡനത്തിന് മറ്റൊരു പിന്നാമ്പുറമുണ്ട്. അവരുടെ ഫ്ലാറ്റിൽ നിന്ന് മുകേഷ് സ്വന്തം വണ്ടിയിൽ അവരെ കയറ്റിക്കൊണ്ടുവന്ന മുകേഷിന്റെ ഇതെല്ലാം ശരി. പക്ഷെ അപ്പോഴും മുകേഷ് എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ പീഡിപ്പിക്കാമോ? ഇനി മുകേഷിന്റെ ഫ്ലാറ്റിലേക്ക് അവൾ വന്നത് എന്തിനാ? അല്ല, നമ്മുടെ നിയമം അനുശാസിക്കുന്നത് നിയമത്തെ കുറിച്ചിട്ടെല്ലാം ഞാൻ സ്റ്റഡി ക്ലാസ് എടുത്തു തരാം. എന്നിട്ട് ഞാൻ ഇപ്പൊ പോവുള്ളൂ. ഞാൻ ചോദിക്കുന്ന ചോദ്യം, പീഡിപ്പിച്ചു എന്നുള്ള ഉറപ്പാണോ? പീഡിപ്പിച്ചുകൊണ്ട് പീഡിപ്പിച്ചു എന്നുള്ളതല്ല, പരസ്പര ധാരണയോടെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കുന്നത് പരസ്പര ധാരണയോടുകൂടിയാണെങ്കിലും ഈ പരസ്പര ധാരണയോടുകൂടി ഉണ്ടായ അടിസ്ഥാന കാരണം എന്താ? അമ്മയിൽ മെമ്പർഷിപ്പ് കൊടുക്കാന്ന് പറഞ്ഞിട്ടാണ്. അല്ലാതെ മുകേഷ് അവരെ ഇഷ്ടപ്പെട്ട് സ്വമേധയെ വിളിച്ചുകൊണ്ട് പോയതല്ല. അതൊരു സൗഹൃദം കൂടിയ സമയത്ത് സോയിമോനെ, ഇതൊക്കെ സോയിമോന് ഞാനും തമ്മിൽ ഒരു സ്വകാര്യ സംഭാഷണം നടത്തുമ്പോഴത്തേക്കും ഇതൊക്കെ പറ്റും. മനസ്സിലായില്ലേ? നമ്മുടെ പ്രശ്നം ഈ മുകേഷ് മാന്യമായ പണം കൊടുത്ത് അന്ന് സെറ്റിൽ ചെയ്ത് വിട്ടിരുന്നെങ്കിൽ, അവരാവശ്യപ്പെട്ട 1 ലക്ഷം രൂപ, അവരെല്ലാം അവരുടെ ഹസിന് ആവശ്യപ്പെട്ട 1 ലക്ഷം കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പോ പ്രശ്നം ആവാമായിരുന്നു. പക്ഷേ ഇപ്പൊ 2 കാര്യം ക്ലിയറാണ്. ഒന്ന്, അമ്മയിൽ മെമ്പർഷിപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നു. അത് കൊയർഷൻ എന്നാണ് നിയമത്തിൽ പറഞ്ഞത്. കൊയർഷൻ. 2, പീഡനം നടന്നു. പീഡനം നടന്നു ഈ കാശ് പിടിക്കാന്ന് പറഞ്ഞു. പീഡനം നടന്നു. പിന്നെ നമ്മളിപ്പോ മുകേഷിനെ നമ്മളിപ്പോ ഈ സ്ത്രീയാണല്ലോ ഇരയാണോ നമ്മളെ കുറ്റപ്പെടുത്തുന്നത്. കാരണം ജഡ്ജി തന്നെ ചോദിക്കുകയാണ്, ഈ ഒരു നിയമ വിദ്യാർത്ഥിയല്ലേ? പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയും, നമ്മളെല്ലാവർക്കും ഉള്ള ഒരു ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നത് പീഡിപ്പിച്ചുകൊണ്ട് പോകുന്നതാണ്. നമ്മളെ വ്യക്തിപരമായിട്ട് പറയില്ല. പൊതുവിൽ ഇപ്പൊ കോടതിയിൽ തന്നെ മുകേഷ് മുൻകൂർ ജാമ്യം ചെല്ലുമ്പോഴത്തേക്ക് കോടതി ചോദിക്കുന്നത് എന്താ പറയും, ആ സ്ത്രീ ഒരു LLB കാരിയല്ലേ, അവർക്ക് വിവരമില്ലേ, അവർ ഇയാളോട് പോകാമോ? ഇങ്ങനെ ചോദിക്കുന്ന കോടതി അതിലൊരു ന്യായമില്ല. അല്ല, അത് കോടതിക്ക് ചോദിക്കാൻ പാടുണ്ടോ? കോടതി നിയമപരമായിട്ടുള്ളേ കോടതി പീഡിപ്പിച്ചവരോട് അങ്ങനെ ചോദിക്കാത്തത്. പീഡിപ്പിച്ച മുകേഷ്, നിങ്ങൾ ഈ അമ്മ മെമ്പർഷിപ്പിന് വേണ്ടി ഇതുപോലെ ഒരു സ്ത്രീയെ പഠിച്ച് പാസ്സായി LLB ഉള്ള ഒരു സ്ത്രീയെ കൊണ്ടുപോയി പീഡിപ്പിക്കാമോ? അവരുയർത്തുന്ന ഒരു ആരോപണം, അത് അന്വേഷണ സംഘം അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ പീഡിപ്പിക്കപ്പെട്ടോ? അതെ. അപ്പം മുകേഷിനെ സംബന്ധിച്ച് കോടതിക്ക് ഒരു മുൻധാരണയുണ്ട്, മുകേഷ് അങ്ങനെ ചെയ്യുന്നവനല്ലെന്ന്. ഈ പീഡനത്തിന് വിധേയമായിട്ടുള്ള സ്ത്രീ അവരിങ്ങനെയൊക്കെ ചെയ്യാമോ എന്നാണ് ചോദ്യം. പക്ഷെ ഇത്തരം ആരോപണങ്ങളുമായി കൂടുതൽ സ്ത്രീകൾ ഇറങ്ങുമ്പോൾ അതിന് വലിയ അടിസ്ഥാനമില്ലെങ്കിൽ യഥാർത്ഥ ആരോപണങ്ങൾ പലതും മുങ്ങിപ്പോകും. അവിടെയാണ് പ്രശ്നം. ഇതിനകത്ത് പ്രധാനപ്പെട്ട പ്രശ്നം ഒരു കണക്കിയാ സോമിനോടെയും പറയാം. കേരളത്തിലെ ഏറ്റവും ഉന്നതമായിട്ടുള്ള കോടതി ഹൈക്കോടതിയാണ്. ഹൈക്കോടതിയിൽ കഴിഞ്ഞ ഒരു 10-15 വർഷം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ത്രീ പീഡകനും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിനായി ചെന്നിട്ടുള്ള സ്ത്രീ പീഡനം നടത്തിയ ആരോപണം ഉണ്ടായിട്ടുള്ള മുഴുവൻ ആളുകളും ജാമ്യം മേടിച്ച് പോയിട്ടേ ഉള്ളൂ. പരസ്പര ധാരണയുള്ള കാര്യങ്ങളാണെങ്കിൽ അതായത് നമ്മൾ കോടതിക്ക് അതിനാണ് താല്പര്യം. ഇപ്പൊ എത്ര നടന്മാർ, എല്ലാ നടന്മാരും സ്ത്രീകളെ ഉപയോഗിക്കുന്നത് പരസ്പര ധാരണയിലാണെന്നാണോ? നമുക്ക് സിനിമാ ലോകത്തേക്ക് വന്നാല് ആ സിനിമാ ലോകത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ വിജയബാബു, ഉണ്ണി മുകുന്ദൻ, ആൽവിൻ ആന്റണി, എത്രയോ ആളുകൾ ഇവരുടെ എല്ലാ പീഡനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിലേക്ക് കോടതി അവരെല്ലാം വിട്ടേക്കുക. മനസ്സിലായില്ലേ? ഇത് സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങളുടെ രാജ്യത്ത്. ഇനി നമ്മളിപ്പോ ഈ സ്ത്രീയെ കുറ്റപ്പെടുത്തുന്നു, സെലിബ്രിറ്റി സ്റ്റാറ്റസ് നിൽക്കുന്നു, അഴിക്കുള്ളിലായാൽ അവരുടെ കരിയർ തന്നെ. അതാണ് പ്രശ്നം. ഒരു വശത്ത് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള നടന്മാരും മറുവശത്ത് അപകടങ്ങളായിട്ടുള്ള സ്ത്രീകളും വരുമ്പോൾ നമ്മൾ സ്ത്രീകളെയാണ് വിമർശിക്കുന്നത്. സ്ത്രീകൾ ശരിയല്ല എന്ന് പറയുന്നു. ഇവൻ ശരിയാണോ? ഈ മുകേഷിന്റെ ഭാര്യയോട് ചെയ്തത് എന്താണെന്ന് പൊട്ടിക്കരഞ്ഞോണ്ട് അവര് നമ്മുടെ മുമ്പിൽ ചാനലിൽ മുമ്പിൽ ഒന്ന് പറഞ്ഞ നമുക്ക് ഓർമ്മയില്ലേ? അവരുടെ കുടുംബ പ്രശ്നം അല്ല, അതപ്പോ കുടുംബത്തിലിട്ട് ചവിട്ടാണെന്നാണോ അവരെന്താണെന്ന് പറഞ്ഞത്? അവര് പറഞ്ഞത് ഞാൻ 4 മാസം ഗർഭിണിയായിരുന്നപ്പോൾ എന്റെ വയറിട്ട് ചവിട്ടി ഞാൻ നിലത്ത് വീണുന്നാ പറഞ്ഞത്. മുകേഷിന്റെ സ്വഭാവമേ ശരിയല്ല. അല്ല, ആ മുകേഷിനെ ചോദ്യം ചെയ്യുന്നില്ല കോടതി. ആ മുകേഷ് അത് പരസ്യമായവർ പറഞ്ഞു. രാത്രി മദ്യപിച്ച് വരും. എന്താണ് മദ്യപിച്ചു എന്ന് ചോദിച്ചപ്പോഴത്തേക്കും മുടിക്ക് പിടിച്ച് വലിച്ചുകൊണ്ടു എന്നെ നിലത്തിട്ട് ചവിട്ടും. അവസാനം അവർ പറഞ്ഞെന്താണ്, ഞാൻ 8 മാസം ഗർഭിണിയായിരുന്നപ്പോൾ
എന്നെ ഒരു പാർട്ടിക്ക് കൊണ്ടുപോയിട്ട് തിരിച്ചു വന്ന് ഞാൻ കാറെ കയറാൻ പോയപ്പോഴത്തേക്കും ഈ വൃത്തികെട്ടവൻ എന്ത് ചെയ്യുന്നു, കാറിങ്ങനെ മുമ്പോട്ടും പുറകോട്ടും ഡ്രാഗ് ചെയ്തിട്ട് വീണു, നിലത്ത് വീണു. വീണപ്പോൾ അവർ പറയാണ് ഞാൻ കരഞ്ഞു. കണ്ണീര് വരുന്നത് ഞാൻ അയാളെ കാണിച്ചില്ല, കാരണം കണ്ണീര് വരുന്ന അയാളെ കാണിച്ചു, ഈ വലിയ നടിയാണല്ലേ എന്ന് പറഞ്ഞ് വിമർശിക്കുന്നു. അതുപോലുള്ളൊരു നരാധമനാണ് ഇവൻ. ഈ നരാധമനെ കോടതി വിമർശിക്കുന്നില്ല. എന്നിട്ട് കോടതി ചെയ്യുന്നതാ പിന്നെ മുകേഷ് കൊണ്ടിരുന്ന ഇമെയിൽ, മുകേഷ് കൊണ്ടിരുന്ന ഫേസ്ബുക്ക്, മുകേഷ് കൊണ്ടിരുന്ന വാട്സാപ്പ്. ഞാൻ അതിനകത്തേക്കാ വരുന്നത് സുൽമാൻ അങ്ങനെ കയറി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം. അതായത് ഇപ്പൊ ഞാനൊരു ഇമെയിൽ കൊണ്ട് കോടതിയോട് ചെല്ലുകയാണ്. ഞാൻ പറയുന്നത് ഇമെയിൽ ഇങ്ങനെ പറഞ്ഞു, ഉടനെ കോടതി ഇമെയിൽ എടുത്ത് വായിച്ചു കൊടുക്കും. ഇമെയിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഫേസ്ബുക്കിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, വാട്സാപ്പിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ പറയാനുള്ള അവകാശാധികാരം കോടതിക്കില്ല. എന്താണെന്നറിയോ, അത് ആദ്യം കോടതി ഓത്തന്റിക്കേറ്റ് ചെയ്യണം. ഞാനൊരു ഇമെയിൽ കൊണ്ടുവന്ന് കോടതിയിലോട്ട് പോകും, അത് ആധികാരികമാണെന്നുള്ള എന്താ ഉറപ്പ്? ഞാനൊരു ഫേസ്ബുക്ക് കൊണ്ടുവന്നു, അത് ഫേസ്ബുക്ക് ഓത്തന്റിക്കേറ്റ് ചെയ്യണം. ഇതൊരു ജാമ്യാപേക്ഷ. മോനെ, ഞാൻ പറഞ്ഞത് ജാമ്യത്തിനുള്ള വിധിയാണെങ്കിൽ പോലും ഞാൻ കൊണ്ട് കൊടുക്കുന്ന ഇമെയിൽ, ഞാൻ കൊണ്ട് കൊടുക്കുന്ന ഫേസ്ബുക്ക്, ഞാൻ കൊണ്ട് കൊടുക്കുന്ന വാട്സാപ്പും വെച്ചുകൊണ്ട് എനിക്കങ്ങ് മുൻകൂർ ജാമ്യം തരികയാണ്. അവിടെയാണ് പ്രശ്നം. പ്രാഥമിക നിരീക്ഷണം ഞാൻ ചോദിക്കുന്നത്, ആ പ്രാഥമിക നിരീക്ഷണം നടത്തുമ്പോൾ ഞാൻ കൊണ്ടുചെല്ലുന്ന രേഖകൾ ആധികാരികമാണെന്ന് കോടതി ആദ്യം പരിശോധിക്കട്ടെ. ആ ആധികാരി അല്ലെങ്കിലോ? അപ്പൊ അങ്ങയുടെ വാദം ശരിവെച്ചാല് ഇനി അന്വേഷണ സംഘം അന്വേഷിക്കുന്ന കേസുകളിലൊക്കെ ഇതായിരിക്കുമോ? അല്ല, അത് സ്വാഭാവികമാണല്ലോ. കാരണം ഞാനൊരു ഇമെയിൽ കൊണ്ടുവന്ന് കോടതി കൊടുക്കുന്നു, ആ ഇമെയിൽ ഓത്തന്റിക്കേറ്റഡ് ആണ്, ആധികാരികമാണോ എന്നല്ല ആദ്യം നോക്കേണ്ടത്. ഞാൻ കൊണ്ട് കൊടുക്കുന്ന ഇമെയിൽ കള്ളാണെങ്കിലോ, ഞാൻ കൊണ്ട് കൊടുക്കുന്ന ഫേസ്ബുക്കും വാട്സാപ്പും കള്ളാണെങ്കിലോ, അതിന്റെ പേരിൽ എനിക്ക് ജാമ്യം കൊടുക്കില്ല. അല്ലല്ല, ഞാൻ പറഞ്ഞു വരുന്നത് അവിടുത്തെ പ്രോസിക്യൂഷന്റെ കാര്യം ഞാൻ വേറെ പറയാം. അവസാനം എന്താ സംഭവിച്ചത്? അവസാനം ഇതെല്ലാം കൂടെ പരിശോധിച്ചിട്ട് അവര് ഇയാൾക്ക് കൊടുത്തു, പിന്നെ ഇരയ്ക്ക് കുറെ ഉപദേശം കൊടുത്തു, അവർക്ക് ജാമ്യം കൊടുത്തു. ഇവര് മനസ്സിലാക്കേണ്ട കാര്യത്തിനെതിരെ ആരോപണം ഉന്നയിച്ച നടി ഒരു സെക്സ് മാഫിയയുടെ ഭാഗമായിരുന്നെന്നും പെൺകുട്ടികളെ അടക്കം പലർക്കായി കാഴ്ചവെക്കാൻ കൊണ്ടുപോയിട്ടുണ്ടെന്നും അവരുടെ ഒറ്റ ബന്ധുവിന് വെളിപ്പെടുത്തിയിരിക്കുന്നു. അതൊക്കെ സോയ്മോനെ, അതെല്ലാം ഉണ്ടാവും സോയ്മോനെ. എന്താ കാര്യം? അവര് ഒരു അബലയാണ്. അവരുടെ അപ്പുറത്ത് നിൽക്കുന്നത് മുകേഷാണ്. നമുക്കുള്ള ഇൻസ്റ്റിങ് എന്താണെന്നറിയോ, നമ്മൾ അധികാരികളുടെ കൂടെ പണമുള്ളവരുടെ കൂടെ നിന്നാണ് നമ്മളെ നിർത്തുള്ളൂ. നമ്മൾ ഇതൊന്നും ഇല്ലാത്തവരുടെ കൂട്ടത്തിൽ നിർത്തില്ല. മനസ്സിലായില്ലേ? ഈ മുകേഷ് എന്ന് പറഞ്ഞവൻ ആരാണെന്ന് നമുക്ക് അറിയാൻ പാടാത്തതാണോ? പക്ഷെ കോടതിയിൽ ചെല്ലുമ്പോൾ എല്ലാവരും മുകേഷിന്റെ കൂടെയാണ്. ഈ വിധി പ്രഖ്യാപിച്ചിട്ടുള്ള ജഡ്ജികളുണ്ടല്ലോ, അവർക്കെതിരെ ഒരുപാട് സാധനങ്ങൾ ഇനി വരാനുണ്ട്. ഞാൻ തന്നെ കൊണ്ടുവരാൻ പോകുന്നുണ്ട് അവർക്കെതിരെ. അവരുടെ അന്വേഷണങ്ങൾ അട്ടിമറിക്കുന്നതിനെതിരെ ഞാൻ തന്നെ പറയാൻ പോകുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. അപ്പൊ അതുകൊണ്ട് ഒരു കോടതി കയറി ഇരുന്നുകൊണ്ടുണ്ടല്ലോ, കോടതി ഇരയുടെ അവകാശങ്ങളെ കുറിച്ചിട്ടാണ് കോടതി ആദ്യം പഠിക്കുന്നത്. ഇവിടെ പീഡകന്റെ അവകാശങ്ങളെ കുറിച്ചിട്ടാണ് കോടതി പഠിക്കുന്നത്. ഇരയ്ക്ക് പിന്നെ നിയമം നൽകുന്ന പിന്നെ അവകാശാധികാരങ്ങൾ എന്താണെന്ന് ആദ്യം കോടതി പഠിക്കണം. ഇനി മുകേഷ് ഷൂട്ട് ചെയ്യുന്ന വാട്സാപ്പും മുകേഷ് ഷൂട്ട് ചെയ്യുന്ന ഫേസ്ബുക്കും എല്ലാം നോക്കുന്ന കോടതി ഇത് സംബന്ധിച്ച് ഇരയുടെ അഭിഭാഷകൻ എന്താ പറയാനെന്ന് ചോദിക്കട്ടെ. ഒന്ന്. രണ്ട്, ഈ കോടതിക്ക് അറിയാൻ പാടില്ലാത്തൊരു കാര്യം CRPC, ഇപ്പം ഭാരതീയ ന്യായ സംഹിത എനിക്കറിയില്ല, അതിൽ 259 എന്നൊരു വകുപ്പുണ്ട്. ആ വകുപ്പിൽ പറയുന്നറിയും, കോർട്ട് റോവിംഗ് എൻക്വയറി നടത്താൻ പാടില്ല. കോർട്ട് മൊത്തത്തിലൊക്കെ നോക്കിയിട്ട് കുഴപ്പമാണെങ്കിൽ ചെയ്യുക, അല്ലാതെ ഓരോ രേഖകൾ എടുത്ത് പരിശോധിക്കും. ആ രേഖകളെല്ലാം വിചാരണ സമയത്താണ് പരിശോധിക്കപ്പെടുന്നത്. മനസ്സിലായില്ലേ? പിന്നെ ആരാണ് മുകേഷ് ഇതുപോലെ സ്വാധീനമുള്ള നടനാണെന്ന് മാത്രമല്ല, അയാൾ അധികാരത്തിന്റെ പാർട്ട് ആൻഡ് പാഴ്സലാണ്. അയാൾ ഇവിടുത്തെ ഭരണകൂടമാണ്. എന്നിട്ടിപ്പോ എന്താ തീരുമാനിച്ചിരിക്കുന്നത്? പ്രോസിക്യൂഷൻ അപ്പീൽ കൊണ്ടെന്നാണ് പ്രോസിക്യൂഷൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ പ്രോസിക്യൂഷൻ ആരുടെ ഭാഗത്തായിരുന്നു? പക്ഷേ അന്വേഷണ സംഘം അപ്പീലിന്റെ മാറ്റമൊക്കെ തയ്യാറാക്കി പ്രോസിക്യൂഷനെ ഏൽപ്പിച്ച് തിരിച്ചു കൊടുത്തു. അതെ. അപ്പോ ആരാണ് ഒരു വശത്ത് പണാധിപത്യവും സ്വാധീനമുള്ള പിന്നെ മുകേഷ്, ഇയാളുടെ കൂട്ടത്തിൽ പ്രോസിക്യൂഷൻ, കോടതിയും കൂടെ അയാളുടെ കൂട്ടത്തിൽ നിന്ന പിന്നെ ഇരയ്ക്കെവിടെയാണ് നീതി കിട്ടുക? സ്വയമാണ് ഇപ്പൊ ഇത് വരും. ഇനി നാളെ ഇതിനേക്കാളും വൃത്തികെട്ടവളാണെന്ന് പറയും. വൃത്തികെട്ടവളാണെന്ന് കോടതി തന്നെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. വേറെ ഏതൊരു കേസിൽ അവരെ പറ്റിച്ചു അല്ല സോയ്മോനെ, ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം ഇരയ്ക്കെതിരെയുള്ളതേ പുറത്തു വരുന്നുള്ളല്ലോ സോയ്മോനെ. എന്തുകൊണ്ടാണ് മുകേഷിനെതിരെ ഒന്നും വരാത്തത്? മുകേഷ് ലോക വൃത്തികെട്ടവരാണെന്ന് നമ്മൾ എല്ലാവരും അംഗീകരിക്കുന്നുണ്ടോ? അല്ല, അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ പരാതി ഇല്ലാതെ ഇതൊക്കെ ആവാം. പിന്നെ ഒരു വിഷയം വരുമ്പോൾ നിയമവും എല്ലാം ആർക്ക് അനുകൂലമാകുന്നത്? ഒരു വിഷയം വരുമ്പോൾ നിയമമെല്ലാം പണക്കാരനും സ്വാധീനമുള്ളവനും പിന്നെ സ്ത്രീ പീഡകനും വേണ്ടിയിട്ടാണ്. ഇപ്പൊ സുപ്രീം കോടതി നടി ആക്രമിക്കപ്പെട്ട കേസ് കഴിഞ്ഞെന്ന് ചോദിച്ചതാ. ഈ 85 ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥനെ
പ്രതിയുടെ അഭിഭാഷകൻ വിസ്തരിക്കുന്നു. ഇത് കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണെന്ന് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതി ചോദിച്ചത്. 85 ദിവസം തന്നെ സ്വയം ആലോചിച്ച് നോക്കണം. 93 മാസത്തിനടുത്ത് കേസ് എന്താണ്? ഒരു നടിയെ കൊട്ടേഷൻ ബലാത്സംഗം, ഇന്ത്യയിൽ ഇതുവരെ കൊട്ടേഷൻ ബലാത്സംഗം നമ്മൾ കേട്ടിട്ടില്ല. അതിന്റെ മെമ്മറി കാർഡ് പോലും അവൈലബിൾ ആണ്. ആ വിഷയത്തിൽ പ്രതിയുടെ അഭിഭാഷകൻ അന്വേഷണ ഉദ്യോഗസ്ഥനെ 3 മാസക്കാലം ചോദ്യം ചെയ്യുന്നത് എന്ത് യുക്തിയാണ് എന്ന് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം ചോദിക്കുകയാണ് പ്രതിയുടെ അഭിഭാഷകൻ. അപ്പം ഇവിടുത്തെ നിയമമൊക്കെ നടപ്പിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരള ഹൈക്കോടതിയിൽ ഏത് സ്ത്രീ പീഡനം നടത്തിയുള്ള സിനിമാടം ചെയ്തു കഴിഞ്ഞാലും മുൻകൂർ ജാമ്യം, എല്ലാം മുൻകൂർ ജാമ്യം. അല്ല, ഇനിയുള്ള അന്വേഷണവും ഇനിയുള്ള കണ്ടെത്തലുകളും അതിന്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ മാറ്റം വന്നേക്കാം. കാരണം ഇപ്പോൾ ഹൈക്കോടതി തന്നെ നേരിട്ട് ഇടപെടും. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഹേമ കമ്മിറ്റിയിലെ വിധിയുണ്ടല്ലോ, ഈ ഹേമ കമ്മിറ്റിയിലെ ഈ വിധിയിൽ പറഞ്ഞിരിക്കുന്ന അതിന്റെ സ്പിരിറ്റിനനുസരിച്ച് ന്യായാധിപന്മാർ നിലകൊണ്ടാൽ സൂപ്പർ സ്റ്റാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഉറങ്ങാതെ വാലും ചുരുട്ടി ഓടും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇവിടെ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകൾക്ക് എതിരായിട്ടുള്ള വാർത്തകളല്ല വരാൻ പോകുന്നത്. പീഡിപ്പിച്ചവർക്ക് എതിരായിട്ടുള്ള, നടന്മാർക്ക് എതിരായിട്ടുള്ള വാർത്തകളും വരും എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഭാഗമായി തന്നെ വരും. സ്വാഭാവികമല്ലേ? കാരണം ഈരണ്ട് ആഴ്ച കൊണ്ടത്തേക്ക് കോടതി റിപ്പോർട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായി? അപ്പൊ ഇത് കോടതി യഥാർത്ഥത്തിൽ കുരുക്കിട്ട് പിടിച്ചിരിക്കുകയാണ്. ഈ വഴിയിൽ കൂടി കോടതി പോയാൽ ഒരു സംശയവും വേണ്ട, രാത്രി പകലായതുപോലുള്ള സാഹചര്യം വരും. ഈ നടന്മാർ ഇതുവരെ ചെയ്തിരുന്ന ഏറ്റവും വൃത്തികെട്ട പണികളുണ്ടല്ലോ സ്ത്രീകളെ, ആ ഒരു സംശയവും ആ കാര്യത്തിലില്ല, ഒരു സംശയവും ആ കാര്യത്തിലില്ല. ഇതിനൊരു എന്തെങ്കിലും ഒരു പരിഹാരം വേണ്ടേ തോന്നുന്നു. ഈ മറ്റേ ഇവരുണ്ടല്ലോ, മറ്റേ രാധിക ശരത് കുമാർ, അവര് പറഞ്ഞ ഒറ്റ കാര്യം മാത്രം എടുത്താൽ വേറെ ഒന്നും കൂടുതൽ എടുക്കണ്ട. കാരവനിൽ അവരൊരു ഷൂട്ടിങ്ങിൽ സമയത്ത് അതുവഴി നടക്കുമ്പോൾ കുറച്ചു പേര് ഇരുന്ന് കണ്ടിട്ട് ചിരിക്കുന്നു. നോക്കുമ്പോൾ എന്താണ് സ്ത്രീ വിഷമാകുന്ന. അപ്പം ഓരോ സ്ത്രീ കാരവനിൽ വരുമ്പം ഒളിക്യാമറ എടുക്കുന്ന ഓരോ സ്ത്രീകൾക്കും ഓരോ ഫോൾഡർ, ഓരോ നടിമാർക്കും ഓരോ ഫോൾഡർ. അത് അവർ പറഞ്ഞില്ല. അതിനപ്പുറത്ത് വേറെ എന്താണ് വേണ്ടതെന്ന് ഞാൻ ചോദിക്കും. അപ്പം ഇത്രയും ഭീകരമായിട്ടുള്ള പ്രവർത്തനം നടന്ന കാര്യങ്ങൾ ഈ വിധിന്യായത്തിന്റെ ഭാഗമായി അത് പുറത്തു വരുമെന്നും അത് ഗുണകരമായ മാറ്റങ്ങൾക്ക് വിധേയമാകും എന്നും നമുക്ക് പ്രതീക്ഷിക്കാം. വളരെ നന്ദി, വളരെ നന്ദി ശ്രീ കെ. ഷാജിഹാൻ. നന്ദി, നമസ്കാരം.